ഹലോ. ഞാനിപ്പോൾ ഓൺ വോയിസ് ആയിട്ട് വന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റിനെ കുറിച്ചിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും നമ്മുടെ കൊളീഗ്സ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ കൊളീഗ്സോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്രണ്ട് സർക്കിളിൽ അവരുടെ ഫാമിലി, നമ്മുടെ പേരൻസ്, മക്കൾ, സിസ്റ്റേഴ്സ്, അങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മൾ അറ്റാച്ച്മെൻ്റ് ഉള്ളവർ ഗിഫ്റ്റ് കൊടുത്തു വിടും. അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ പേഷ്യൻ്റ് സൈഡിൽ നിന്നാണെങ്കിൽ പിന്നെ കുഞ്ഞു മക്കളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പേപ്പറിൽ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു പിക്ചർ വരച്ചിട്ടോ എന്തെങ്കിലും എഴുതിയിട്ടൊക്കെ തരാറുണ്ട്. അത് ഒട്ടുമിക്ക ആൾക്കാർക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. എനിക്കും അതുപോലെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് അങ്ങനെ ഇവിടെ ഒരു സ്പെഷ്യൽ ഡേ ഒന്നും ആവില്ല. അവർ അപ്പോഴത്തെ ഒരു മൂഡ് അനുസരിച്ച് ഇപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒരു പേപ്പറിൽ വരച്ച് ചിലപ്പോൾ നമ്മളോടുള്ള ഒരു ഇഷ്ടം, റെഗുലർ പേഷ്യൻസോ അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ കൂടെ വരുന്ന ആരെങ്കിലും കുഞ്ഞുമക്കളൊക്കെ ഇടയ്ക്ക് വരുന്നവരൊക്കെ ആണെങ്കിൽ അവർ ആ സന്തോഷത്തിന് നമുക്ക് തരും. നമ്മളതവിടെ ചിലപ്പോൾ എടുത്ത് വയ്ക്കും. അങ്ങനെയൊക്കെ ചിലരെടുത്ത് വയ്ക്കും, ചിലർ ഇട്ട് കളയും. അപ്പോൾ അങ്ങനെ എനിക്ക് ആക്ച്വലി പറയാൻ വന്നത് 4 മാസമായിട്ട് പരിചയമുള്ള ഒരു മോളുണ്ട്. 6 വയസ്സാണ് അവൾക്ക്. അവളുടെ പേര് കൃഷ്ണ എന്നാണ്. അപ്പോൾ അവളെ കാണിക്കുന്നത് ഞങ്ങളുടെ അവിടെയാണ്. അവളുടെ അമ്മയെ കാണിക്കുന്ന അവർ വീട്ടിൽ എന്തെങ്കിലും ഫാമിലി ഇപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനാണെങ്കിലും കുഞ്ഞിൻ്റെ അമ്മയ്ക്കാണെങ്കിലും ഒക്കെ നമ്മളെടുത്താണ് വരുന്നത്. അപ്പോൾ എനിക്ക് 4 മാസമായിട്ടുള്ള പരിചയമാണ് ആ മോളേനെയായിട്ട്. പക്ഷേ ഞങ്ങൾ അത്യാവശ്യം നല്ല കമ്പനിയാണ്. വന്നു കഴിഞ്ഞാൽ നന്നായി സംസാരിക്കുകയൊക്കെ ചെയ്യും. തിരക്കില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായി സംസാരിക്കുകയൊക്കെ ചെയ്യും. ഒരു ദിവസം ഇതുപോലെ അവൾ അമ്മേനെയും കൊണ്ട് വന്നു. അപ്പോൾ അമ്മേനെയും കൊണ്ട് വന്ന് അമ്മയ്ക്ക് ഇതുപോലെ മെഡിസിനൊക്കെ കൊടുത്ത് സ്റ്റാറ്റൊക്കെ കൊടുത്തിട്ട് അമ്മ കിടത്തിയേക്കുവാണ്, ഫ്ലൂയിഡൊക്കെ ഇട്ട് കിടത്തിയേക്കുക. അപ്പോൾ ഇവൾ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് കുറേ അന്നധികം തിരക്കില്ലായിരുന്നു. അപ്പോൾ ഒരു ഉച്ച സമയം അപ്പോൾ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടാണെങ്കിൽ ഇവളിങ്ങനെ ഇരുന്ന ഇരിപ്പിൽ ഓൺ ദ സ്പോട്ടിൽ സ്റ്റോറി ഉണ്ടാക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആൾ ഭയങ്കര ആക്റ്റീവാണ്, നല്ല സ്മാർട്ടാണ്, ഭയങ്കര സ്നേഹമുള്ള മോളാണ്. അപ്പോൾ ടച്ച് വേർഡ് ഭയങ്കര ആക്റ്റീവുമാണ് ആൾ, നല്ല മിടുക്കി കൊച്ചാണ്. അപ്പോൾ അവൾ ഇതുപോലെ ഒരു ദിവസം ആ ദിവസം കലണ്ടർ നോക്കിയിട്ട് ഇതുപോലെ അവളുടെ ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഇന്ന ദിവസമാണ്, ഇന്ന മന്താന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് ചോദിച്ചു. ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ വരാനിരിക്കുമായിരുന്നു. അതായത് ഇവർ വന്നതിൻ്റെ നെക്സ്റ്റ് വീക്കാണ് എൻ്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് പറഞ്ഞു. അപ്പോൾ അവൾ ആദ്യം ഇങ്ങനെ ഓക്കെ കേട്ടിട്ട് ഇങ്ങനെ തലയൊക്കെ കുലുക്കി. അത് കഴിഞ്ഞ് ഇവൾ എന്നോട് പറഞ്ഞു, ഓക്കെ ഐ വിൽ ഗിവ് യു സർപ്രൈസ് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ കൂടെയുള്ളവരോടൊക്കെ ഇവൾ സംസാരിച്ചു. ഇവളിങ്ങനെ ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു, ഞാനിങ്ങനെ ഇന്ന ഡേ വരും, ഗിഫ്റ്റ് തരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു പേഷ്യൻ്റ് വന്നു പോയി, അവൾ ആ സന്തോഷം കൊണ്ട് പറഞ്ഞു പോകുന്നു, അത്ര രീതിയിൽ അങ്ങ് വിട്ടു. അത് കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു, എൻ്റെ ബർത്ത്ഡേ എത്തി. അപ്പോൾ ഞാൻ അന്ന് ഈ മോള് പോകുന്ന സമയത്ത് ഇതുപോലെ ഞങ്ങളിങ്ങനെ അവിടെ സംസാരിച്ചപ്പോൾ സ്റ്റാഫൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടായി, ഇനി വരുമോ എന്നുള്ള രീതിയിൽ, കുഞ്ഞു മോളല്ലേ വരുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ നമുക്ക് നോക്കാം, എന്തായാലും ഒരു ചോക്ലേറ്റ്. അപ്പോൾ ഒരു സ്റ്റാഫ് പറയുകയും ചെയ്തു ഇതുപോലെ, എന്താ ചോക്ലേറ്റ് ചോദിക്കണം, എന്താ ചോക്ലേറ്റ് ചോദിക്കാത്ത, ചോക്ലേറ്റ് തരാൻ പറയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ചോക്ലേറ്റ് തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അത് പറഞ്ഞപ്പോഴാട്ടോ പറഞ്ഞത്. എന്നിട്ട് അവൾ എന്നോട് ബായ് ഒക്കെ പറഞ്ഞു അവൾ പോയി. അത് കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേ എത്തി. ബർത്ത്ഡേ ദിവസം ഈ പറഞ്ഞ പോലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം വേറെ റിവ്യൂ ഡേ ഒന്നുമല്ല, പിന്നെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലല്ലേ വരേണ്ട ആവശ്യമുള്ളൂ. എൻ്റെ ബർത്ത്ഡേ ദിവസം ഒരു ഉച്ച സമയത്താണെന്ന് തോന്നുന്നു, ഈ പറയണ പോലെ ഇവൾ വന്നിട്ട് ഭയങ്കര വെപ്രാളം എൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട്, എൻ്റെ അടുത്തേക്ക് വരാൻ ഭയങ്കര വെപ്രാളപ്പെടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൾ വന്നിട്ട് ഇവളുടെ കയ്യിലൊരു ഗിഫ്റ്റൊക്കെ ഉണ്ട്, ഒരു ക്യൂട്ട് ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, പാക്ക് ചെയ്തിട്ടാണ് അവൾ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴേ ആക്ച്വലി ഇത് തരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, അവിടെ കിടന്നങ്ങ് വെപ്രാളപ്പെടുക. അത് കഴിഞ്ഞിട്ട് ഈ സംഭവം എനിക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തു. ഞാൻ എന്നിട്ട് ചോക്ലേറ്റ് ഞാൻ അന്ന് ചോക്ലേറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അഥവാ വന്നു കഴിഞ്ഞാലോ, കുഞ്ഞു മോളല്ലേ, ഇനിയിപ്പോൾ അവളല്ലെങ്കിലും വേറെ ഏതെങ്കിലും പിള്ളേരെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ചോക്ലേറ്റ് എൻ്റെ ബാഗിലുണ്ടായിരുന്നു. ഞാൻ ചോക്ലേറ്റും കൊടുത്തു. അത് കഴിഞ്ഞ് എന്നോട് സംസാരിച്ചു. അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവസാനം ഞാൻ അവളെ കൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യിപ്പിച്ചു. ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്ത് ചെറിയൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് അവളുടേതായിട്ടുള്ള 6 വയസ്സുള്ള ഒരു മോളാണ്. അപ്പോൾ അവളുടേതായിട്ടുള്ള ഒരു ചെറിയൊരു പിക്ചറൊക്കെ വരച്ച് എനിക്കൊരു ക്യൂട്ട് ഒരു ഹെയർ പിൻ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം
ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ആ ഗിഫ്റ്റ് തരാനായിട്ട് വന്നു. അത് മാത്രമല്ല അപ്പോൾ അവളുടെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ പഞ്ചായത്ത് ഫുള്ള് ഇനി എൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിയാൻ അവിടെ ഒരാളും ബാക്കിയില്ല, എല്ലാവരോടും പറഞ്ഞു തോന്നുന്നു. അപ്പോൾ അത് ഓർമ്മയിൽ വെച്ച് അത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ അതവിടെ വിടും, അല്ലെങ്കിൽ പേരൻസ് ആണെങ്കിലും അതങ്ങനെ അതിനായിട്ട് കൊണ്ടു കൊടുക്കാൻ വരണമെന്നൊന്നുമില്ല. അപ്പോൾ പേരൻസ് ആണെങ്കിലും കുഞ്ഞാണെങ്കിലും ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു നിഷ്കളങ്കമായിട്ടുള്ളൊരു സ്നേഹം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. എനിക്ക് അപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു. അവൾ എന്നേക്കാൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അവൾ ഭയങ്കര മിടുക്കി കൊച്ചാ. അവൾക്ക് എന്താ പറയുക ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആവണം, വേറെ എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞു. അങ്ങനെ 3 കാര്യങ്ങൾ അവൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ അന്ന് പറയുകയും ചെയ്തു ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടും. അപ്പോൾ കൃഷ്ണ വലിയ കുട്ടിയായി ഒരു പക്ഷേ അവൾ ഡോക്ടറോ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന പോലെ വേറെ ഏതെങ്കിലും പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ ഈ ഒരു അന്നേരം ആ സമയത്തൊന്നും ചിലപ്പോൾ ഇതൊന്നും അവൾക്ക് ഓർമ്മ ഉണ്ടായിന്ന് വരില്ല. പക്ഷേ എങ്കിലും ഈ ഒരു വീഡിയോ കൃഷ്ണക്കുട്ടിക്ക് വേണ്ടിയിട്ടും നിങ്ങളോടും ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റോറി പറഞ്ഞത്. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് ഇതിൻ്റെ തൊട്ട് പുറകെ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. കുട്ടിയൊരു ഗിഫ്റ്റാണ്, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിഷ്കളങ്കമായിട്ടുള്ളൊരു ഗിഫ്റ്റ് എന്നൊക്കെ പറയില്ലേ, കുഞ്ഞുങ്ങളുടെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റാണ്. ഞാനത് ഇപ്പോഴും എടുത്ത് വെച്ചിട്ടുമുണ്ട്. കൃഷ്ണക്കുട്ടി വലിയ കുട്ടിയാവുമ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഞാൻ വിചാരിക്കുന്നു. ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. കൃഷ്ണക്കുട്ടിക്കും കൃഷ്ണമോളുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. പിന്നെന്താ പറയുക, ഈ ഒരു സ്നേഹം എപ്പോഴും എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വലുതാവുമ്പോൾ ഇപ്പോൾ അവൾ കൊടുക്കുന്ന എല്ലാ സ്നേഹവും അവൾക്ക് എല്ലാവരിൽ നിന്നും ഇതുപോലത്തെ കളങ്കമില്ലാത്തൊരു സ്നേഹം തിരിച്ചു കിട്ടട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ക്യൂട്ട് മൊമെൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ട് കിട്ടിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഷെയർ ചെയ്യണേ. ബൈ. അപ്പോൾ ഇതാണ് വൺ സൈഡ് ബൈ കൃഷ്ണ എന്ന് എഴുതി, മറ്റേ സൈഡിൽ ഹാപ്പി ബർത്ത്ഡേ ഡോക്ടർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ചെറിയൊരു പിക്ചറൊക്കെ വരച്ച് ക്യൂട്ട് ഹെയർ പിന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കൃഷ്ണമോൾ എനിക്ക് തന്നിട്ടുള്ള സർപ്രൈസ് ഗിഫ്റ്റ്. താങ്ക് യു.